9th Standard Mathematics Chapter 1 ഏരിയയിൽ പഠിക്കാനുള്ള അവസാനത്തെ റിസൾട്ടാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. So let's call that result as result 3. Let's state that result. In any triangle, the bisector of an angle divides the opposite side in the ratio of the sides of the angle. Clear ആക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. You can see a triangle ABC here. And we are given the length of three sides. AB side 6 cm, AC 4 cm and BC 5 cm. എന്താണ് ഈ റിസൾട്ട് പറയുന്നത്? In any triangle, the bisector of an angle, ഒരു ആംഗിളിന്റെ bisector. We know that in a triangle there are three angles. Okay? അതിൽ ഏതെങ്കിലും ഒരു ആംഗിൾ മാത്രം കൺസിഡർ ചെയ്താൽ, suppose let us consider the angle C. Okay, ഈ ആംഗിളിന്റെ bisector. What do you mean by bisector of an angle? It's a bisector എന്ന് പറഞ്ഞാൽ it's a line. It's a line which divides the angle equally. Okay, so ഇവിടെ C എന്ന് പറഞ്ഞ ആംഗിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലൈനെയാണ് ആ ആംഗിളിന്റെ ബൈസെക്ടർ എന്ന് പറയുന്നത്. സോ ഇവിടെ സി എന്ന ആംഗിൾ തന്നിട്ടുണ്ട്. ആ സി എന്ന ആംഗിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന വിധത്തില് നമുക്കൊരു ലൈൻ വരയ്ക്കുമ്പോൾ ഡെഫിനറ്റ്ലി ആ ലൈൻ ആ സി എന്ന വേർട്ടെക്സിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്ന ലൈനായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ്, this is a point on the side AB. Okay, triangle ഒരു സൈഡിലാണ് ആ പോയിന്റ് വരിക. So C. So ഇവിടെ what is CE? CE is the angle bisector. അത് ആ ലൈൻ എന്ന് പറയുന്നത് ഒരു ആംഗിളിനെ ബൈസെക്ട് ചെയ്ത ലൈനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ റിസൾട്ട് പറയുന്നത് then that bisector divides the opposite side. സോ സി എന്ന് പറഞ്ഞ ആംഗിളിന്റെ ബൈസെക്ടർ ആണിത്. സോ സിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എ ബി. ഓക്കെ, എ ബിയെ ഡിവൈഡ് ചെയ്യുന്നു. ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്? ആ ആംഗിളിന്റെ സൈഡുകൾ തമ്മിലുള്ള അതേ റേഷ്യോയിലാണ് ഓപ്പോസിറ്റ് സൈഡിനെ ഡിവൈഡ് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കിക്കോളൂ, സി എന്ന ആംഗിളിന്റെ സൈഡ്സ് ഓഫ് ആംഗിൾ സി ഏതൊക്കെയാണ്? എ സിയും ബി സിയും. ഓക്കെ, സോ റേഷ്യോ ഓഫ് സൈഡ്സ് ഓഫ് ആംഗിൾ, സോ ഇവിടെ ആംഗിൾ നമ്മൾ എടുത്തിട്ടുണ്ട് സി ആണ്. സോ ആംഗിൾ സിയുടെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ സൈഡ് എ സിയും ബി സിയും ആണ്. സോ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സി ഈസ് ടു ബി സി. സോ അത് നമുക്ക് അറിയാം, എ സി 4 ആണ്, ബി സി 5 ആണ്. സോ സൈഡ് തമ്മിലുള്ള റേഷ്യോ 4:5 ആണ്. റിസൾട്ടിൽ പറയുന്നത് ഇതേ റേഷ്യോ തന്നെയാണ് ആ ആംഗിൾ ബൈസെക്ടർ ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോയും. സോ വാട്ട് ഇസ് ദ റേഷ്യോ in which the bisector എന്ന് പറഞ്ഞാൽ ആംഗിളിന്റെ ബൈസെക്ടർ ആണ്. സോ ആംഗിൾ ബൈസെക്ടർ എന്ന് തന്നെ എഴുതാം. in which the angle bisector divides the opposite side. സോ നിങ്ങൾക്കറിയാം, നമ്മൾ സി ആണ് എടുത്തിരിക്കുന്ന ആംഗിൾ. സോ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എ ബി ആണ്. സിയുടെ ഓപ്പോസിറ്റ് സൈഡ് എ ബി ആണ്. സോ സി എന്ന ബൈസെക്ടർ എ ബിയെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് എ ഇ ഈസ് ടു ഇ ബി ആണ്. സോ ഈ റിസൾട്ടിൽ പറയുന്നത് ഈ എ ഈസ് ടു ഇ ബി ഈസ് സെയിം ആസ് ദ റേഷ്യോ സൈഡ്സ് ഓഫ് ആംഗിൾ സി. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, 4:5. സോ ഇതും എന്ത് തന്നെയാണെന്നാണ് പറയുന്നത്? 4:5. സോ അതാണ് ഈ റിസൾട്ട് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരു ട്രയാങ്കിളിന്റെ ഒരു വേർട്ടെക്സിനെ, ദാറ്റ് മീൻസ് ആ ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്ന ലൈൻ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് ആ ആംഗിളിന്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ തന്നെ ആണ്.
അപ്പൊ ഇതൊന്നും നമുക്ക് പ്രൂവ് ചെയ്യാം റിസൾട്ടിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളത്. ദാറ്റ് ഈസ് AC is to BC. ഈ ചിത്രത്തില് AC is to BC എന്ന് പറയുന്നത് AE is to EB തന്നെയാണെന്ന് തെളിയിക്കുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ അതും നിങ്ങൾ നോട്ടിലേക്ക് എഴുതണമെന്നില്ല, ജസ്റ്റ് നിങ്ങൾ റിസൾട്ട് 3 എഴുതുക. എന്താണ് റിസൾട്ട് 3 എന്ന് മനസ്സിലാക്കുന്ന ഈ നോട്ടും എഴുതി വെക്കുക. അതിന്റെ പ്രൂഫ് എഴുതണമെന്നില്ല. സോ എങ്ങനെയാണ് റിസൾട്ടിലേക്ക് വന്നതെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കുക. സോ റിസൾട്ട് 3 നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്ത് കാണിക്കുകയാണ്. സോ ഇവിടെ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത സെയിം ട്രയാങ്കിൾ തന്നെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ട്രയാങ്കിൾ ABC, in which AB is equal to 6 cm, AC is equal to 4 cm and BC is equal to 5 cm. Here we have to find AE is to EB. So the question is, what is AE is to EB? Okay. അപ്പൊ നമുക്കറിയാം CE എന്ന് പറയുന്നത് അത് AB-യുടെ ബൈസെക്ടർ ആണെങ്കിൽ, നമ്മൾ റിസൾട്ട് 2 ആയിട്ട് കണക്ട് ചെയ്യാണ്. ബൈസെക്ടർ ആണെങ്കിൽ ഈ പോയിന്റ് മിഡ് പോയിന്റ് ആയിരിക്കും. ഓക്കെ, സൈഡിന്റെ ബൈസെക്ടർ ആണെങ്കിൽ ഇത് മിഡ് പോയിന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ആ ട്രയാങ്കിളിനെ അപ്പോൾ ഈക്വൽ ഏരിയയിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ CE എന്ന് പറയുന്നത് ആംഗിൾ ബൈസെക്ടർ ആണ്. ഓർക്ക് റിസൾട്ട് 2-ൽ നമ്മൾ കൺസിഡർ ചെയ്ത ലൈൻ സൈഡ് ബൈസെക്ടർ ആയിരുന്നു. എന്നാൽ ഇവിടെ CE എന്ന് പറഞ്ഞ ലൈൻ ആംഗിൾ ബൈസെക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ we have to see in what ratio CE divides AB. That is AE is to EB. Okay, so AE is to EB ആണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്കറിയാം നമ്മൾ റിസൾട്ട് 2-ൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് AE by റിസൾട്ട് 2. റിസൾട്ട് 2 യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിസൾട്ട് 3 പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ബൈ റിസൾട്ട് 2 we have studied AE is to EB is same as area of triangle AEC is to area of triangle CEB. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ ആണ് AE is to EB. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നോക്കാം. സോ നമുക്ക് AE is to EB കിട്ടും റിസൾട്ട് 2 വെച്ചിട്ട്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC കാണണമെങ്കിൽ we know the formula half BH, half into base into height. അപ്പൊ ആ ട്രയാങ്കിൾ മാത്രം നമുക്കിവിടെ കൺസിഡർ ചെയ്യാം, ട്രയാങ്കിൾ AEC. സോ ഞാൻ ആ ട്രയാങ്കിൾ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. പിങ്ക് കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ AEC. നമുക്കിവിടെ ആ ട്രയാങ്കിളിന്റെ ഏരിയ കാണണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ട്രയാങ്കിളിന്റെ ബേസും വേണം, ഹൈറ്റും വേണം. സോ നിങ്ങൾക്ക് ആ ട്രയാങ്കിൾ നോക്കുമ്പോൾ അറിയാം, അവിടെ നമുക്ക് അറിയാവുന്നത് ഒരേ ഒരു സൈഡാണ്. AC എന്ന സൈഡ് മാത്രമാണ് ആ ട്രയാങ്കിളിൽ നമുക്ക് അറിയുള്ളൂ. ഈ സൈഡ് എത്രയാണെന്ന് അറിയില്ല, ഇതും എത്രയാന്ന് നമുക്കറിയില്ല. ഇത്രയുമാണ് 6 തന്നിരിക്കുന്നത്, ഇത് എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് അറിയാവുന്നത് ഒരു സൈഡാണ് AC. സോ നമുക്കൊരു കാര്യം ചെയ്യാം, AC-യെ നമുക്ക് ബേസ് ആയിട്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു ബേസ് AC ആയിട്ട് എടുക്കുന്നു. ദെൻ വാട്ട് അബൌട്ട് ഹൈറ്റ്? നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിന്റെ ടോപ്പ് വെർട്ടെക്സിൽ നിന്ന് ബേസിലേക്കുള്ള പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതാണ് AC ഞാൻ ബേസ് ആയിട്ട് എടുത്തു. സോ അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് പറയുന്നത് E ആണ്. അവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു, അതാണ് ആ ട്രയാങ്കിളിന്റെ ഹൈറ്റ്. ഓക്കെ, അപ്പൊ അത് എത്രയാണെന്ന് നമുക്ക് അറിയില്ല, ആ ഹൈറ്റിന്റെ ലെങ്ത് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. ഞാൻ അതിന് H എന്ന് കൊടുക്കുക. സോ H എന്ന് കൊടുക്കുന്നു. സോ വട്ട് യു ഗെറ്റ് ഹാഫ് ഇൻറ്റു AC-യുടെ ലെങ്ത് അറിയാം 4 ഇൻറ്റു H. ഹാഫ് ഓഫ് 4 എന്താണ് 2. സോ 2 ഇൻറ്റു H എന്ന് വരും. ഒരു വേരിയബിൾ വരികയാണെങ്കിൽ ആ ഒരു ഇൻറ്റു മാർക്കിന്റെ ആവശ്യമില്ല, വി ജസ്റ്റ് റൈറ്റ് 2H. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC എന്ന് പറയുന്നത് 2H ആണ്. നൗ ലെറ്റ്സ് ഫൈൻഡ് ദ അൺഷെയ്ഡഡ് ട്രയാങ്കിൾസ് ഏരിയ. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ CEB. സോ ഇവിടെ ഷെയ്ഡ് ചെയ്യാത്ത ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ CEB. സോ ആ ട്രയാങ്കിളിൽ നമുക്ക് ഒരു സൈഡ് മാത്രമേ അറിയുള്ളൂ. സോ ആ സൈഡ് നമുക്ക് ബേസ് ആയിട്ട് എടുക്കാം. സോ ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഹാഫ് BH. സോ ഹാഫ് ഇൻറ്റു അവിടെ ഞാൻ ബേസ് BC ആയിട്ട് എടുക്കുന്നു. സോ ഹൈറ്റ് എന്ന് പറയുന്നത് ആ BC-യുടെ ഓപ്പോസിറ്റ് വേർട്ടെക്സ് ആയ E-യിൽ നിന്ന് ആ സൈഡിലേക്കുള്ള
പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് ആണ് ഹൈറ്റ് വരിക. സോ അവിടെ ഹൈറ്റ് എത്രയാന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ആദ്യം നോക്ക്, ഞാൻ ഇവിടെ ഞാൻ h എന്നെടുത്തു. സോ ഇതിന്റെ ലെങ്ത് എനിക്ക് h എന്നെടുക്കണമെങ്കിൽ ഇത് രണ്ടും സെയിം ലെങ്ത് ആയിരിക്കണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇവിടെ ഞാൻ h എന്ന് പറഞ്ഞ വേരിയബിൾ എടുത്തു. സോ അത് തന്നെ h എന്ന് ഇവിടെ കൊടുക്കണമെങ്കിൽ രണ്ടിന്റെയും ലെങ്ത് സെയിം ആയിരിക്കണം. രണ്ടിന്റെയും ലെങ്ത് സെയിം ആയിരിക്കുമോ? അത് നമുക്ക് ഓൾറെഡി നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ ഈക്വൽ ട്രയാങ്കിൾസിൽ നമ്മൾ കണ്ടതാണ്. നോക്കൂ, ഈ രണ്ട് ട്രയാങ്കിൾസ് മാത്രം കൺസിഡർ ചെയ്താൽ ഈ പിങ്ക്, ഈ ചെറിയ ഭാഗം ട്രയാങ്കിളും അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണെങ്കിൽ അവയുടെ കറസ്പോണ്ടിങ് സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അതിനുവേണ്ടി ഡിഫറെൻറ്റ് ക്രൈറ്റീരിയൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കറസ്പോണ്ടിങ് മൂന്ന് സൈഡും ഈക്വൽ ആണെങ്കിൽ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണ്. അതുപോലെ തന്നെ രണ്ട് സൈഡും അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളും ഈക്വൽ ആണെങ്കിൽ ട്രയാങ്കിൾസ് ഈക്വൽ ആണ്. അല്ലെങ്കിൽ ASA രണ്ട് ആംഗിളും അതിൻ്റെ ഇടയ്ക്കുള്ള സൈഡും ഈക്വൽ ആണെങ്കിൽ ട്രയാങ്കിൾസ് ഈക്വൽ ആണ്. സോ ഇവിടെ ഏതൊക്കെയാണ് ഈക്വൽ ആയിട്ട് വരിക? ഈ ഷെയ്ഡ് ചെയ്ത രണ്ട് ട്രയാങ്കിൾസിന്റെയും കോമൺ സൈഡാണ് CE. സോ അതിന്റെ രണ്ടിന്റെ ലെങ്ത് സെയിം ആണ്. ഇനി നമ്മൾ ഇതൊരു പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിരുന്നു. സോ ഈ ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും, ഈ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. സോ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിട്ട് വന്നു. ഓക്കെ, സോ ഇവിടെ ഒരു സൈഡ് ഈക്വൽ ആയിട്ട് വന്നു, കറസ്പോണ്ടിങ് ഒരു സൈഡ് ഈക്വൽ ആയിട്ട് വന്നു. ഒരു ആംഗിൾ 90 ഡിഗ്രിയുമാണ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി അതിൻ്റെ ഇപ്പുറത്തുള്ള ആ ആംഗിള് വരുന്ന ആംഗിളിന്റെ സൈഡിൽ വരുന്ന രണ്ട് സൈഡ്സും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ ഇത് h ആണെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കണം? h ആയിരിക്കും. ഓക്കെ, സോ ഹാഫ് BC ഇൻറ്റു h എടുക്കുന്നു. സോ ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു BC ഇസ് 5 ആണ്. സോ 5 ഇൻറ്റു h. നമുക്ക് ഏരിയയുടെ റേഷ്യോ കാണാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ CEB. ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC നമ്മൾ കണ്ടുപിടിച്ച് 2h ഈസ് ടു റൈറ്റ് സൈഡിൽ നമുക്ക് ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു h. ഹാഫ് ഓഫ് 5 2.5 എന്നൊന്നും ഞാൻ എഴുതുന്നില്ല, ജസ്റ്റ് അവിടെ തന്നെ വെക്കുന്നു. സോ നമുക്കറിയാം റേഷ്യോ എഴുതുമ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതണം. സോ രണ്ട് സൈഡിലും കോമൺ ആയിട്ട് h ഉണ്ട്. സോ ദാറ്റ് h ക്യാൻ ബി ക്യാൻസൽ. So we have 2 is to half into 5. So ഇവിടെ ഹാഫ് എന്നുള്ളതിനെ ഒഴിവാക്കണമെങ്കിൽ നമുക്കറിയാം, ഹാഫിനെ ഒഴിവാക്കണമെങ്കിൽ ഹാഫ് ഇൻറ്റു 2 ചെയ്യുമ്പോൾ അത് 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് സൈഡിലും ഈ ഹാഫിനെ ഒഴിവാക്കണമെങ്കിൽ ഈ ഭാഗത്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഈ ഭാഗത്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പുറത്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? സോ 2 ഇൻറ്റു 2 ഈസ് ടു ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 2. So 2 into 2 എന്താണ്? 4. ഹാഫ് ഓഫ് 2 എന്താണ്? 1. So 1 into 5 5. 4 is to 5 എന്ന് നമുക്ക് കിട്ടി. So AE is to EB is equal to area of triangle AEC is to area of triangle CEB, that is equal to 4 is to 5. So നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു AE is to EB എന്ന് പറയുന്നത് 4 is to 5 ആണ്. That is same as AC is to BC, 4 is to 5. അതാണ് ഈ റിസൾട്ട് പറയുന്നത്. 3 ഉപയോഗിച്ചിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 20, ക്വസ്റ്റ്യൻ നമ്പർ 5. In the picture below, the side AC of the triangle ABC is extended to D by adding the length of the side CB. Then the line through C parallel to DB is drawn to meet AB at E. Okay, so ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ ശ്രദ്ധിക്കുക. ഇവിടെ AC എന്ന സൈഡ്, ഒരു ട്രയാങ്കിൾ ABC, ഇവിടെ ബ്ലൂ ലൈനിൽ വരച്ചിരിക്കുന്ന ട്രയാങ്കിൾ ABC കാണാം. അതിൽ AC എന്ന സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, അത് D വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, എങ്ങനെയാണ് ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തതെന്ന് വെച്ചാൽ CBയുടെ അതേ ലെങ്ത് തന്നെയാണ് CDയും ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ദീസ് ടു സൈഡ്സ് ആർ ഈക്വൽ. ഓക്കെ, നൗ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് the line through C parallel to DB. DBക്ക് പാരലായി സിയിലൂടെ ഒരു ലൈൻ വരച്ചിരിക്കുന്നു. That line is CE. Okay, we have to prove that CE bisects angle C. ഇവിടെ നോക്കാം,
സി ബിയുടെ അതേ ലെങ്ത്തിൽ എ സി ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് സി ഡി ഫോം ചെയ്തിരിക്കുന്നു. സോ ദാറ്റ് മീൻസ് സി ബി ഇസ് ഈക്വൽ ടു സി ഡി ആണ്. ദെൻ വി ഹാവ് ടു പാരലൽ ലൈൻസ് ഡി ബി ആൻഡ് സി ഇ. സോ ദ ഫസ്റ്റ് വൺ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് സി ഇ, ഈ ലൈൻ സി എന്ന ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഡിസ്ക്രൈബ് ഹൗ ദിസ് ക്യാൻ ബി യൂസ് ടു ഡിവൈഡ് അറ്റ് 8 cm ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 4:5. ഈ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് 8 cm ലെങ്ത് ഉള്ള ഒരു ലൈനിനെ 4:5 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക? Can we use it to divide an 8 cm long line in the ratio 3:4? ഇതുപോലെ തന്നെ 8 cm ലെങ്ത് ഉള്ള ഒരു ലൈനിനെ 3:4 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ? ഓക്കെ, സോ 1 by 1 ആയിട്ട് നമുക്ക് ആദ്യം ആൻസർ ചെയ്യാം. ഫസ്റ്റ് ലെറ്റ്സ് പ്രൂവ് സി ഇ ബൈസെക്ട് സി, ആംഗിൾ സി. ഓക്കെ, അപ്പൊ ഈ ഫിഗർ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. നമ്മളൊരു കാര്യം പ്രൂവ് ചെയ്യുമ്പോൾ എന്താണ് തന്നത് അവിടെ നിന്ന് വേണം തുടങ്ങാൻ. ഓക്കെ, സോ ലെറ്റ്സ് do the first problem. Prove that CE bisects angle C. First part of this question, prove that CE bisects angle C. So look at this figure. നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? So first we write the given things. Given. So we are given BC equal to CD. നമുക്ക് തന്നതാണ്. BCയുടെ അതേ ലെങ്ത്തിലാണ് CD എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് ക്വസ്റ്റ്യനിനകത്ത് പറഞ്ഞിട്ടുണ്ട്. So BC is equal to CD. And we are given BD or DB is parallel to CE. Okay, DB parallel എന്നുള്ളതിന് ഈ ഒരു സിമ്പിൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. DB parallel to C. എക്സാമിന് എഴുതാം. പാരലൽ എന്നുള്ളതിന് മാത്തമാറ്റിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ്. ഓക്കെ, സോ DB parallel to C. ഓക്കെ, ഇനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? സോ ടു പ്രൂവ്, നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് CE bisects angle C. Angle C ne bisect ചെയ്യും. That means we have to prove angle BCE. ഈ ആംഗിളും ഈക്വൽ ആണ്. സോ ഈ ആംഗിളിനെ എങ്ങനെ വായിക്കാം? BCE. That is we have to prove angle BCE is equal to ഈ ആംഗിൾ. ഈ ആംഗിളിനെ എങ്ങനെയാണ് നമ്മൾ ആംഗിൾ സി എന്നല്ല പറയാ. നമുക്ക് എപ്പോഴും ആംഗിൾ എഴുതുന്ന സമയത്ത് ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ടെർമിനൽ പോയിന്റിലേക്ക് വേണം എഴുതാൻ. സോ ECA, ആംഗിൾ ECA, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൂഫിലേക്ക് കടക്കാം. എപ്പോഴും മാത്സിൽ ഒരു പ്രൂഫ് പ്രോബ്ലം ചെയ്യുമ്പോൾ we have to start from the given condition. So what we are given here, BC is equal to CD. So let's start from the first given condition, that is BC is equal to CD. So look at the figure. BC ഇതാണ്, CD ഇതാണ്. ഈ രണ്ട് ലൈൻസും ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. So you can see that these two lines are the sides of triangle BCD. BCD എന്നൊരു ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാം. ആ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകളാണ് BCയും CD. We know that if two sides of a triangle are equal, that triangle is called isosceles triangle. Okay, നമ്മളത് 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്, ബേസ് ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. So let's start from the, since BC is equal to CD, triangle BCD is an isosceles triangle. സമപാർശ്വ ത്രികോണം, isosceles triangle. രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ ഐസോസെൽസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. സോ ഐസോസെൽസ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടിയിൽ നമ്മൾ പഠിച്ചതാണ് ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആണെന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ, കഴിഞ്ഞ വർഷം ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ BC, ഈ ട്രയാങ്കിൾ BCDയിൽ BC എന്ന സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളും CD എന്ന സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളും ഈക്വൽ ആണ്. സോ ഐസോസെൽസ് ട്രയാങ്കിൾ ആയതുകൊണ്ട്
ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് സിൻസ് angles opposite to equal sides of an isosceles triangle are equal. ആംഗിൾ, ഈ രണ്ട് ആംഗിൾസിനും പേര് കൊടുക്കണം. സോ ഏതാണോ ആംഗിൾ അത് നടുവിൽ വരണം, ആ വെർട്ടെക്സ് നടുവിൽ വരുന്ന വിധത്തിൽ വേണം പേര് കൊടുക്കാൻ. സോ ഹൗ വിൽ യു റൈറ്റ് CDB? ആംഗിൾ CDB ഇസ് ഈക്വൽ ടു, ഈ ആംഗിൾ എങ്ങനെ പറയാം? CBD. ആംഗിൾ CBD. നോക്കൂ, D നടുവിൽ വന്നു, B നടുവിൽ വന്നു. ഈ രീതിയിൽ വേണം ആംഗിൾ എഴുതാൻ. സോ നമുക്ക് ആ ഒരു കണ്ടീഷൻ കിട്ടിയിട്ടുണ്ട്. സോ അത് നമുക്ക് കിട്ടിയത് ഗിവൺ കണ്ടീഷനിൽ ആദ്യത്തേത് യൂസ് ചെയ്തപ്പോഴാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ യൂസ് ചെയ്യാം. DB പാരലൽ ടു CE. സോ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ, നമ്മൾ ഓൾറെഡി ഞാൻ നിങ്ങൾക്കൊരു ബേസ് ക്ലാസ് തന്നിട്ടുണ്ട്, അത് കാണാം. അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ആംഗിൾസിനെ നമ്മൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്നാണ്. സോ നമുക്ക് എപ്പോഴും ആൻസറിലേക്ക് എത്തണമെങ്കിൽ കണക്ട് ചെയ്യേണ്ടത് ഈ രണ്ട് ആംഗിൾസുമാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഒരു ആംഗിൾ കാണാം. നമ്മുടെ കാണുന്ന ഈ ആംഗിൾ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത രണ്ട് ആംഗിളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. നമുക്കത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണോ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ആ പാരലൽ ലൈൻസിനെ കൺസിഡർ ചെയ്യണം. സോ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് CE ഈസ് പാരലൽ ടു DB. സോ ആ രണ്ട് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ലൈനാണ് ഈ വരച്ചിരിക്കുന്ന ബ്ലൂ ലൈൻ. സോ ഈ ആംഗിളും ഈ ആംഗിളും എന്താണ്? ഈക്വൽ ആണ്, ബിക്കോസ് ദേ ആർ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. സോ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. സോ നമുക്ക് എഴുതാം, സിൻസ് ദീസ് ടു ലൈൻസ് ആർ പാരലൽ, angle DBC or CBD is equal to angle BCE. Reason എന്താണ്? Alternate angles. Okay. So since രണ്ടാമത്തെ കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ് അത് കിട്ടിയത്. Since DB parallel to CE, angle ഈ ആംഗിൾ, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആദ്യം കിട്ടിയ ആംഗിൾ. ആംഗിൾ CBD ഈക്വൽ ടു ഈ ആംഗിൾ, ആംഗിൾ BCE. ഓക്കെ, ഇനി നമുക്കിനി ഈ ഒരു ആംഗിളിലേക്ക് വരണം. സോ അവിടെ നിങ്ങൾക്ക് കാണാം ഈ രണ്ട് ലൈൻസ് പാരലൽ ആണ്. സോ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അവയെ ഒരു ലൈൻ കട്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ഫോം ചെയ്യുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ദേ ആർ കോൾഡ് കറസ്പോണ്ടിങ് ആംഗിൾസ്. ആ വീഡിയോ കൃത്യമായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ പ്രോബ്ലം മനസ്സിലാക്കുക. ഓക്കെ, സോ ആ രണ്ട് ആംഗിൾസും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. സോ ദേ ആർ ഈക്വൽ. സോ ദിസ് ഈസ് ഈക്വൽ ബിക്കോസ് ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അതുപോലെ തന്നെ നമുക്ക് എഴുതാം ആംഗിൾ CDB ഈസ് ഈക്വൽ ടു ഈ ആംഗിൾ, ആംഗിൾ ACE or ECA. So let's take this as 1, this is 2 and this is 3. The reason here it is corresponding angles. സോ ഒന്നാമത്തെ ഇക്വേഷനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആംഗിൾ CBD ഈസ് ഈക്വൽ ടു ആംഗിൾ CDB. സോ അത് തന്നെയാണ് രണ്ടാമത്തേലും മൂന്നാമത്തേലും ലെഫ്റ്റ് സൈഡ് ഉള്ളത്. സോ ലെഫ്റ്റ് സൈഡ് ഉള്ള ആംഗിൾസ് രണ്ടും ഈക്വൽ ആണ്. സോ അതിന്റെ റൈറ്റ് സൈഡിലുള്ള ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഫ്രം 1, 2, 3 നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ആംഗിൾ BCE ഈസ് ഈക്വൽ ടു ആംഗിൾ ECA. അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. സോ വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് therefore CE bisects angle C. Now let's do the second part of this question. Describe how this can be used to divide at 8 cm long line in the ratio 4:5. 4:5 റേഷ്യോയിൽ 8 സെന്റിമീറ്റർ ലൈനിനെ നമുക്ക് ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ റിസൾട്ട് 3 യൂസ് ചെയ്തിട്ടാണ് ഒരു ലൈനിനെ തന്നിരിക്കുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നത്.
സോ റിസൾട്ട് 3 എന്താണെന്ന് ഒന്നും കൂടെ മനസ്സിലാക്കാം. ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ആ ട്രയാങ്കിളിനെ ഒരാങ്കിൾ ബൈസെക്ട് ചെയ്യുന്ന വിധത്തിൽ ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓപ്പോസിറ്റ് സൈഡിനെ ആ ലൈൻ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ, ദാറ്റ് മീൻസ് AD ഈസ് ടു DB എന്ന് പറയുന്നത് അവയുടെ ആ ആംഗിളിന്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ ആണ്. AC ഈസ് ടു BC. സോ ഇതാണ് നമ്മൾ തേർഡ് റിസൾട്ടിൽ പഠിച്ചത്. സോ 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈനിനെ 4:5 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു സൈഡ് 4 സെന്റിമീറ്ററും രണ്ടാമത്തെ സൈഡ് 5 സെന്റിമീറ്ററും ആയിരിക്കണം. ഇത് 5 സെന്റിമീറ്ററും ഇത് 4 സെന്റിമീറ്ററും ഉണ്ടെങ്കിൽ ഈ ആംഗിള് ബൈസെക്ട് ചെയ്യുന്നത് ഈ ലൈനിനെ 4:5 എന്ന റേഷ്യോയിലായിരിക്കും. പക്ഷെ ഇതെങ്ങനെ വരയ്ക്കും? ആംഗിളിനെ എങ്ങനെ ബൈസെക്ട് ചെയ്യും? അതിനുവേണ്ടി നമ്മളിപ്പോൾ കാണുന്ന ചിത്രം പോലെയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഈ ബോട്ടം സൈഡാണ് 8 സെന്റിമീറ്റർ ആയിട്ട് എടുക്കേണ്ടത്. AC എന്ന ലൈൻ 4 സെന്റിമീറ്റർ എടുക്കണം. 5 സെന്റിമീറ്ററിൽ നമുക്ക് ട്രയാങ്കിൾ ആദ്യം വരയ്ക്കണം. അതിനുശേഷം മൂന്നാമത്തെ ടോപ്പ് വേർട്ടെക്സിൽ നിന്ന് 5 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യും. ആ പോയിന്റിനെ ബോട്ടം സൈഡുമായിട്ട് ജോയിൻ ചെയ്യുക. അതിന് പാരലൽ ആയിട്ട് സിയിലൂടെ വരച്ചിട്ടുണ്ടെങ്കിൽ that will be the angle bisector. So that is the method to divide a line in the given ratio. So here we have to divide a line, divide 8 centimeter long line in the ratio 4:5. സോ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് 8 സെന്റിമീറ്റർ ലെങ്ത്തിൽ ബോട്ടം സൈഡ് വരയ്ക്കാം. സ്കെയിൽ എടുക്കുക. ആദ്യം തന്നെ 8 സെന്റിമീറ്റർ ലെങ്ത്തിൽ ബോട്ടം സൈഡ് വരയ്ക്കാം. ഓക്കെ, നമ്മൾ 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈനിനെ 4:5 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണമെങ്കിൽ we draw a triangle of sides 8 centimeter, 4 centimeter, 5 centimeter. സോ ഏത് ലൈനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിനെ ബോട്ടം സൈഡായിട്ട് എടുക്കണം. നെക്സ്റ്റ് രണ്ടാമത്തെ സൈഡ് 4 സെന്റിമീറ്ററും മൂന്നാമത്തെ സൈഡ് 5 സെന്റിമീറ്ററുമായിട്ട് ട്രയാങ്കിൾ വരയ്ക്കുക. സോ അതിന് വേണ്ടിയിട്ട് കോമ്പസ് എടുക്കുക. കോമ്പസിൽ 4 സെന്റിമീറ്റർ മെഷർ ചെയ്തെടുക്കുക. ഈ വേർട്ടെക്സിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുന്നു. ദെൻ നമ്മൾ 5 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുന്നു. ഈ വേർട്ടെക്സിൽ നിന്ന് 5 സെന്റിമീറ്റർ ആർക്കിനെ കട്ട് ചെയ്യുന്ന വിധത്തിൽ വരയ്ക്കുന്നു. എന്നിട്ടൊരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു. കോമ്പസിൽ 4 സെന്റിമീറ്റർ എടുക്കുക. തന്നിരിക്കുന്ന 8 സെന്റിമീറ്റർ ലൈനിന്റെ ഒരു എൻഡിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ 5 സെന്റിമീറ്റർ ആണ് എടുക്കേണ്ടത്. കോമ്പസിൽ 5 സെന്റിമീറ്റർ എടുക്കുക. ബിക്കോസ് നമുക്ക് 4:5 എന്ന റേഷ്യോയിലാണ് 8 സെന്റിമീറ്റർ ഡിവൈഡ് ചെയ്യേണ്ടത്. സോ ഒരു ട്രയാങ്കിളിന്റെ ബോട്ടം സൈഡ് 8 സെന്റിമീറ്റർ എടുക്കുന്നു. മറ്റ് രണ്ട് സൈഡ് 4ഉം 5ഉം എടുക്കുന്നു. സോ ലൈനിന്റെ മറ്റേ എൻഡിൽ നിന്ന് 5 സെന്റിമീറ്ററിൽ വരയ്ക്കുന്നു. സോ അവിടെ ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ മാർക്ക് ചെയ്യുക. നമ്മൾ ജോയിൻ ചെയ്യുന്നു. ട്രയാങ്കിൾ നമുക്ക് പൂർത്തിയാക്കാം. Okay, so ഇത് 4 centimeter, this is 5 centimeter. അടുത്ത സ്റ്റെപ്പിൽ ഈ ടോപ്പ് വേർട്ടെക്സ് നമ്മൾ ടോപ്പ് വേർട്ടെക്സിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തൊരു ലൈൻ വരയ്ക്കുകയാണ്. എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണം? ഈ 5 സെന്റിമീറ്റർ തന്നെ വരുന്ന വിധത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യുക. സോ നമുക്ക് വേണമെങ്കിൽ കോമ്പസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്കെയിൽ യൂസ് ചെയ്തിട്ട് തന്നെ 5 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, സോ ഇത് 5 സെന്റിമീറ്റർ ആണ്. അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് പോയിന്റ്സും തമ്മിൽ ജോയിൻ ചെയ്യും. സോ ദാറ്റ് ഈസ് ഒന്ന് ബോട്ടം സൈഡിന്റെ എൻഡ് പോയിന്റിലേക്ക് ആ എക്സ്റ്റെൻഡഡ് ലൈനെ മീറ്റ് ചെയ്യിക്കാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരച്ച ലൈനിന് പാരലൽ ആയിട്ട്
ട്രയാങ്കിളിൻ്റെ ടോപ്പ് വേർട്ടെക്സിലൂടെ ഒരു ലൈൻ വരയ്ക്കണം. സോ നമുക്കറിയാം പാരലൽ ലൈൻസ് വരയ്ക്കണമെങ്കിൽ നമുക്ക് സ്കെയിലും വേണം, സെറ്റ് സ്ക്വയറും വേണം. പാരലൽ ലൈൻ വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് പേര് കൊടുക്കാം. ഇതിന് എ ബി സി, ദിസ് ഇസ് സി, എക്സ്റ്റെൻഡ് ചെയ്തത് ഡിയിലോട്ടേക്ക്. സോ സി ഡി ബിക്ക് പാരലൽ ആയിട്ട് സിയിലൂടെ ഒരു ലൈൻ വരയ്ക്കണം. സോ ദാറ്റ് ലൈൻ വിൽ ബി ദ ആംഗിൾ ബൈസെക്ടർ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കേണ്ടത് ഡി ബിക്ക് പാരലൽ ആയിട്ടുള്ള ലൈനാണ്. സോ ഡി ബി നമ്മൾ ഡി ബിയോട് ചേർന്ന് സെറ്റ് സ്ക്വയർ വെക്കുന്നു. സെറ്റ് സ്ക്വയറിൻ്റെ മറ്റേ ഭാഗത്ത് നമ്മൾ സ്കെയിൽ ഫിക്സ് ചെയ്യുന്നു. സെറ്റ് സ്ക്വയർ മൂവ് ചെയ്യുന്നു. സി വേർട്ടെക്സിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. അവിടെ നമുക്ക് ലൈൻ വരയ്ക്കാം. So this is the angle bisector. ഈ ലൈൻ സി എന്ന ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നു നമ്മൾ പ്രൂവ് ചെയ്തു. So CE divides AB in the ratio 4:5. So that is AE is to EB is equal to 4:5. So ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, we can use result 3 to divide a line in the given ratio. One more question is there in the same question. Can we use it to divide an 8 cm long line in the ratio 3:4? ക്വസ്റ്റ്യൻ ഇതാണ്. 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈനിനെ 3:4 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നേരത്തെ പ്രാക്ടീസ് ചെയ്തതാണ്. ഒരു ലൈനിനെ തന്നിരിക്കുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ 8 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ ലെങ്ത്തിൽ നമ്മൾ സൈഡുകളുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കും. അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാവും, നമുക്ക് ഒരിക്കലും 8 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും സൈഡുകൾ വരുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ കഴിയില്ല. ഓക്കെ, സോ അതുകൊണ്ട് 3:4 എന്ന് വരുമ്പോൾ 3ഉം 4ഉം ആയതുകൊണ്ടാണ് വരയ്ക്കാൻ കഴിയാത്തത്. ഓക്കെ, അപ്പോൾ 3:4 എന്ന് വരുമ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് ഇതിന് ഈക്വൽ ആയിട്ടുള്ള റേഷ്യോ എഴുതണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഭാഗത്തെയും ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ലെറ്റ്സ് മൾട്ടിപ്ലൈ ദീസ് 2 by 2. സോ വാട്ട് യു ഗെറ്റ് 6:8. സോ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഒരു 3 സൈഡുകൾ തന്നിട്ടുണ്ടെങ്കിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഏതെങ്കിലും 2 സൈഡുകൾ കൂട്ടിയാൽ മൂന്നാമത്തെ സൈഡിനേക്കാളും ചെറുതാണെങ്കിൽ ഒരിക്കലും ആ 3 സൈഡുകൾ വെച്ചൊരു ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാൻ കഴിയില്ല. ഇവിടെ നോക്കിക്കോളൂ, 8 സെന്റിമീറ്ററും അതുപോലെ 6 സെന്റിമീറ്റർ, വീണ്ടും 8 സെന്റിമീറ്റർ എടുത്ത് വരച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡുകൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ സൈഡിനേക്കാളും വലുതാണ് കിട്ടുക. ഓക്കെ, സോ 3:4 എന്ന റേഷ്യോയിൽ വരയ്ക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം സൈഡുകൾ എടുക്കേണ്ടത്? 8 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ അളവ് എടുത്തിട്ടുണ്ടെങ്കിൽ ട്രയാങ്കിൾ വരയ്ക്കാൻ കഴിയില്ല. സോ 3:4 ആണെങ്കിൽ അതിന് ഈക്വൽ റേഷ്യോ 6:8 എടുക്കാം. സോ 8 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ ലെങ്ത്തിൽ വരച്ചാൽ നമുക്ക് കിട്ടുന്നതാണ്. സോ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഡ്രോ എ ലൈൻ 8 centimeter in the ratio 3:4. സോ റിസൾട്ട് 3 ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു കൺസ്ട്രക്ഷൻ പാർട്ട് ഓർത്ത് വെക്കുക. ഡിവൈഡിങ് എ ലൈൻ ഇൻ ദ ഗിവൺ റേഷ്യോ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം കൂടെ നമുക്ക് തരികയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിവൈഡ് എ ലൈൻ ഓഫ് ലെങ്ത് 7 centimeter in the ratio 3:5. 7 centimeter ലൈനെ 3:5 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. So what is the first step? We have to construct a triangle of sides 7 centimeter, 3 centimeter, 5 centimeter. You have to check whether it is possible or not. എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ഏതെങ്കിലും 2 സൈഡുകൾ കൂട്ടിയാൽ മൂന്നാമത്തെ സൈഡിനേക്കാളും വലുതാണോ എന്ന് നോക്കിയാൽ മതി. 7 + 3 10, 5നേക്കാളും വലുതാണ്. ഇനി 3ഉം 5ഉം എടുത്താലോ, 3 + 5 8, 7നേക്കാളും വലുതാണ്. 7ഉം 5ഉം എടുത്താലോ, 7 + 5 12, 3നേക്കാളും വലുതാണ്. സോ ഈ മെഷർമെന്റിൽ നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ കഴിയും. സോ ലെറ്റ്സ് ഡ്രോ ദ ട്രയാങ്കിൾ ഓഫ് സൈഡ് 7 centimeter, 3 centimeter ആൻഡ് 5 centimeter. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഏത് ലൈനെയാണോ ഡിവൈഡ് ചെയ്യേണ്ടത്, 7 centimeter ലൈനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. സോ 7 centimeter ലൈൻ നമുക്ക് ബോട്ടം സൈഡായിട്ട് എടുത്ത് വരയ്ക്കാം. ഓക്കെ,
അതിനുശേഷം മറ്റ് രണ്ട് സൈഡുകൾ 3 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും ആകുന്ന വിധത്തിൽ നമ്മൾ രണ്ട് ആർക്ക് വരയ്ക്കണം. ആദ്യം നമുക്ക് 3 സെന്റിമീറ്റർ കോമ്പസിൽ മെഷർ ചെയ്തെടുക്കാം. ഈ 7 സെന്റിമീറ്റർ ലൈനിന്റെ ഒരു എൻഡിൽ നിന്ന് 3 സെന്റിമീറ്റർ ലെങ്ത്തിൽ ഒരു ആർക്ക് വരയ്ക്കാം. ഓക്കെ, രണ്ടാമത്തെ എൻഡിൽ നിന്ന് 5 സെന്റിമീറ്റർ ലെങ്ത്തിൽ ഒരു ആർക്ക് വരയ്ക്കാം. ഓക്കെ, ട്രയാങ്കിൾ പൂർത്തിയാക്കാം. ട്രയാങ്കിളിന് ABC എന്ന പേര് കൊടുക്കാം. Okay, so this is 7 centimeter, this is 3 centimeter, this is 5 centimeter, this is AB and this is C. Next step, C എന്ന vertexനെ ഈ right side ഉള്ള 5 centimeter lengthൽ extend ചെയ്യാം. Okay, let's take this point D. Then we join D and B. Next step, DBക്ക് പാരലലായി സിയിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. അതിനു വേണ്ടിയിട്ട് സെറ്റ് സ്ക്വയറും സ്കെയിലും എടുക്കുക. സോ ഡിയുടെ നേരെ DBയുടെ നേരെ നമ്മൾ സെറ്റ് സ്ക്വയർ വയ്ക്കുന്നു. സെറ്റ് സ്ക്വയറിന്റെ മറ്റേ ഭാഗത്ത് സ്കെയിൽ ഫിക്സ് ചെയ്യുന്നു. സെറ്റ് സ്ക്വയർ മൂവ് ചെയ്യുക, സി എത്തുന്നത് വരെ മൂവ് ചെയ്യുക. So the line CE bisects the angle C. Therefore, AE is to ED is equal to AC is to BC. Textbook page number 20, question number 4. Prove that the lengths of the perpendiculars from any point on the bisector of an angle to the sides are equal. So, ഒരു ആംഗിളിന്റെ ബൈസെക്ടർ. സോ നമുക്ക് ഒരു റഫ് ഫിഗർ വരയ്ക്കാം, ഒരു ആംഗിൾ വരയ്ക്കാം. മെഷർമെന്റ് ഒന്നും എടുക്കണ്ട, ഒരു ആംഗിൾ വരയ്ക്കാം. ആംഗിളിന് നമുക്ക് പേര് കൊടുക്കാം. ഈ ഒരു എൻഡിന് A എന്ന് കൊടുക്കാം. Suppose this is O, this is B. So we have considered the angle AOB. Okay. So AOB, angle AOB is the given angle. എപ്പോഴും പ്രൂഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇങ്ങനെ ഫിഗർ തന്നിട്ടില്ലെങ്കിൽ ഒരു റഫ് ഫിഗർ വരച്ച് ചെയ്യും. നമ്മൾ പേര് കൊടുക്കുമ്പോൾ അത് എന്താണെന്ന് കൂടെ മെൻഷൻ ചെയ്ത് എഴുതാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ വായിക്കാം. Prove that the lengths of the perpendiculars from any point on the bisector of an angle. ഈ വരച്ചിരിക്കുന്ന ആംഗിളിന്റെ ബൈസെക്ടർ നമ്മൾ കൃത്യമായി വരയ്ക്കണമെന്നൊന്നുമില്ല, ഏകദേശം റഫ് ഫിഗറാണ് നമ്മൾ വരയ്ക്കുന്നത്. സോ ഇവിടെ ഈ ആംഗിളിന് O എന്ന ആംഗിളാണ്, ഈ O എന്ന ആംഗിളിന്റെ ബൈസെക്ടർ വരയ്ക്കണം. ഓക്കെ, സോ ദിസ് ലൈൻ ഇസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ AOB. സോ എ പോയിന്റ് ഓൺ ദ ബൈസെക്ടർ. സോ ഈ ബൈസെക്ടറിൽ ഒരു പോയിന്റ് എടുക്കുക. ഓക്കെ, ആ പോയിന്റിന് സി എന്ന് എടുത്തു. ഓക്കെ, സോ നമുക്ക് എഴുതാം സി ഈസ് എ പോയിന്റ് ഓൺ ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ AOB. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ പോയിന്റിൽ നിന്ന് ആംഗിളിന്റെ സൈഡ്സിലേക്ക് പെർപെൻഡിക്കുലർ വരച്ച്, നമ്മൾ എടുത്തിരിക്കുന്ന ആംഗിൾ AOB ആണ്. സോ ആ ആംഗിളിന്റെ സൈഡുകൾ ഏതൊക്കെയാണ്? AOയും OBയും. സോ സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഈ രണ്ട് സൈഡിലേക്കും പെർപെൻഡിക്കുലർ വരയ്ക്കണം. സോ റഫ് ഫിഗർ മതി. ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. സോ ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് കാണിക്കും, നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതുപോലെ സിയിൽ നിന്നും നമ്മൾ ഈ ലൈനിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കണം. അപ്പം ആ രണ്ട് പെർപെൻഡിക്കുലറും രണ്ട് സൈഡിനെ ടച്ച് ചെയ്യുന്നുണ്ട്. സോ ഈ പോയിന്റിന് P എന്ന് കൊടുക്കാം,
ഈ പോയിന്റിന് നമുക്ക് Q എന്ന് കൊടുക്കാം. ഓക്കെ, so what we have to prove here? We have to prove the length of these two perpendiculars are equal. ഈ രണ്ട് പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ നമുക്കത് എഴുതാം. We have to prove CP is equal to CQ. സോ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ചിത്രത്തിൽ രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് കാണാം. Okay, so let's consider that two triangles. What are that two triangles? Triangle OPC, triangle OQC. മുകളിൽ കാണുന്ന ഈ ബൈസെക്ടറിന്റെ മുകളിൽ കാണുന്ന ട്രയാങ്കിളും താഴെ കാണുന്ന ട്രയാങ്കിൾ. Okay, consider triangle OPC and triangle OQC. സോ ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. 8th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഇങ്ങനത്തെ ഫിഗറൊക്കെ വരച്ച് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് അതിലേക്ക് പോകാം. സോ എങ്ങനെയാണ് രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക? നമ്മൾ 3 ക്രൈറ്റീരിയ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് ട്രയാങ്കിൾസിന്റെ 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ അത് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, SSS. അല്ലെങ്കിൽ രണ്ട് സൈഡും അതിനിടയ്ക്കുള്ള ആംഗിളും ഈക്വൽ ആണെങ്കിൽ ട്രയാങ്കിൾസ് ഈക്വൽ ആണ്. അല്ലെങ്കിൽ രണ്ട് ആംഗിൾസും അതിനിടയ്ക്കുള്ള സൈഡും ഈക്വൽ ആണെങ്കിൽ ട്രയാങ്കിൾസ് ഈക്വൽ ആണ്. സോ ഈ 3 ക്രൈറ്റീരിയനാണ് SSS, SAS, ASA ആണ് നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചത്. സോ ഇതിൽ ഏത് ക്രൈറ്റീരിയൻ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം എഴുതാം. We know that these two angles are equal because ഈ ലൈൻ എന്ന് പറയുന്നത് ബൈസെക്ടർ ആണ്. സോ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദാറ്റ്. ഓക്കെ, ആംഗിൾ POC, ഈ രണ്ട് ട്രയാങ്കിളുമാണ് കൺസിഡർ ചെയ്യുന്നത്. ആ രണ്ട് ട്രയാങ്കിളിലും ആംഗിൾസ്, ആംഗിൾ POC രണ്ടാമത്തെ ട്രയാങ്കിളിലെ ആംഗിൾ QOCക്ക് ഈക്വൽ ആണ്. കാരണം എന്താണ്? ബിക്കോസ് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് OC is bisector. Bisector of angle AOB എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ആംഗിൾ ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത നോക്കാം. ഇത് 90 ആണ്, ഇത് 90 ആണ്. സോ ഈ രണ്ട് ആംഗിൾസും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ആംഗിൾ OPC ഈക്വൽ ടു ആംഗിൾ OQC. റീസൺ എന്താണ്? 90 ഡിഗ്രി ആണ്. So that two angles are equal. So രണ്ട് ആംഗിൾസ് കിട്ടിക്കഴിഞ്ഞു. രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, two angles of two triangles are equal. Their third angles are also equal. So ഫിഗറിൽ ഈ രണ്ട് ആംഗിൾസ് ആണ് നമ്മൾ ഓൾറെഡി കിട്ടിയത്. സോ ASA യൂസ് ചെയ്യേണ്ടക്കുള്ള സൈഡ് ഈക്വൽ ആണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ബട്ട് വി ഡോണ്ട് നോ OPയും OQയും ഈക്വൽ ആണെന്ന്. നമുക്ക് അറിയുന്നത് ഈ രണ്ട് ട്രയാങ്കിൾസിന് കോമൺ ആയിട്ടുള്ള സൈഡ് OC ആണ്. സോ ഈ രണ്ട് ആംഗിൾസ് കൺസിഡർ ചെയ്താൽ ഈ ഒരു ക്രൈറ്റീരിയ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി മൂന്നാമത്തെ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ OC എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ടുള്ള രണ്ട് ആംഗിൾസിന് ഇടയ്ക്കുള്ള സൈഡാണ്. ഓക്കെ, സോ ഹിയർ തേർഡ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് എഴുതിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ആംഗിൾ OCP is equal to angle OCQ. Okay, so a side and two angles, that is ASA of triangle. നമ്മൾ കൺസിഡർ ചെയ്ത രണ്ട് ട്രയാങ്കിൾ OPC are equal to a side and two angles of triangle OQC. Triangle OPC equal to triangle OQC. നമ്മൾ കൺസിഡർ ചെയ്ത രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡുകളും
ഈക്വൽ ആണ്. ഈ 3 ആംഗിൾസും കറസ്പോണ്ടിങ് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. സോ ഇത് ഈക്വൽ ട്രയാങ്കിൾസിന്റെ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡുകളും ഈക്വൽ ആണ്. സിൻസ് sides opposite to equal angles of equal triangles are equal. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിലേക്ക് വന്നാൽ മതി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സി പി ആണ്. സോ ഇവിടെ നോക്കാം, മുകളിലത്തെ ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ് സി പി. അത് ഏത് ആംഗിളിന് ഓപ്പോസിറ്റ് ആണ്? എന്താ ഇവിടെ മാർക്ക് ചെയ്ത ആംഗിളിന് ഓപ്പോസിറ്റ് ആണ്. സോ ഇവിടെ മാർക്ക് ചെയ്ത ആംഗിൾ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ താഴെയുള്ള ട്രയാങ്കിളിന്റെ ഏത് ആംഗിളിനാണ് ഈക്വൽ? ഈ താഴെയുള്ള ഈ ആംഗിൾ. കണ്ടോ, ഒരേപോലത്തെ ആംഗിളിന് ഞാൻ ഒരേ സിമ്പലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. Therefore CP is equal to CQ. Hence proved. ഇതോടുകൂടി 9th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏരിയ ഇവിടെ അവസാനിക്കുകയാണ്. ഓർക്ക് ഈ ചാപ്റ്ററിൽ 2 പാർട്ടാണുള്ളത്. ട്രയാങ്കിൾ ഡിവിഷനും ട്രയാങ്കിൾസ് ഓഫ് ഈക്വൽ ഏരിയയും. ട്രയാങ്കിൾസ് ഓഫ് ഈക്വൽ ഏരിയയിൽ നമ്മൾ ഒരു റിസൾട്ട് പഠിക്കുന്നുണ്ട്. ട്രയാങ്കിൾ ഡിവിഷനിൽ 2 റിസൾട്ട് പഠിക്കുന്നുണ്ട്. ട്രയാങ്കിൾസ് ഓഫ് ഈക്വൽ ഏരിയയിൽ നമ്മൾ 6 കൺസ്ട്രക്ഷൻ പഠിക്കുന്നുണ്ട്. അതുപോലെ ട്രയാങ്കിൾ ഡിവിഷനിൽ റിസൾട്ട് 3 യൂസ് ചെയ്തിട്ട് ഒരു ലൈനിനെ തന്നിരിക്കുന്ന റേഷ്യോയിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്നും പഠിക്കുന്നുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും പ്രൂഫ് പ്രോബ്ലംസും ഉണ്ട്. പ്രൂഫ് പ്രോബ്ലംസ് ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ.